ഫ്രണ്ട്സ്, അപ്പോൾ കുറേ നാളായി ഒരു വീഡിയോ ഇട്ടിട്ട് കുഞ്ഞൊരു വീഡിയോ ഇട്ട് വരാമെന്ന് ഓർത്തു. ഞങ്ങൾ വെളുപ്പിനെ ഒരു സ്ഥലത്ത് പോയി. ജസ്റ്റ് 1 hour സ്പെൻഡ് ചെയ്തുള്ളൂ. പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു വന്നു. കാരണം ഞങ്ങൾക്ക് അധികം സമയമില്ലായിരുന്നു. പിന്നെ ഇടയ്ക്കൊരു ഓഫ് കിട്ടിയപ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലം വരെ പോകാമെന്ന് ഓർത്തു. അങ്ങനെ പോയതാണ്. നമ്മൾ വെളുപ്പിനെ ഇറങ്ങി. ഇവിടെ ഇപ്പം 4 മണി ആയിട്ടേ ഉള്ളൂ. കണ്ട ഇപ്പോഴേ വെട്ടം വന്നു. നമ്മുടെ നാട്ടിലെ ഒരു 6 മണി ആ ഒരു ഫീലുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേക്കും ശരിക്കും വെട്ടം വരും. സമ്മറായി കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഈ സ്ഥലം ഷെഫീൽഡിൽ നിന്ന് 72 മൈലാണ് ദൂരത്ത്. അതായത് 72 മൈൽ എന്ന് പറയുമ്പോൾ ഒരു 115 കിലോമീറ്റർ വരും. പിന്നെ നമ്മൾ M1 കൂടെയൊക്കെയാണ് പോകുന്നത് കൊണ്ട് നമ്മളൊരു 1.25 മണിക്കൂറിൽ അവിടെ എത്തും. പിന്നെ ഇത്രയും വെളുപ്പിനെ പോയത് കൊണ്ട് അധികം ട്രാഫിക്കും ഇല്ല. അത് കാരണം കറക്റ്റ് നമ്മളൊരു 1.5 മണിക്കൂറിന് മുന്നേ എന്തായാലും എത്തും. അപ്പോൾ പോകുന്ന വഴി കണ്ടോ അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. കാരണം ഇവിടെ സമ്മറായ കാരണം ഇപ്പം 4-4:30 ആകുമ്പോഴേ നല്ല വെട്ടം വരും. പക്ഷേ നമ്മൾ ആ സ്ഥലത്തോട് അടുക്കും തോറും ഇടയ്ക്ക് ഇങ്ങനെ നല്ല ഫോഗായിരുന്നു. നമുക്ക് റോഡ് അധികം കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് കാരണം അധികം സ്പീഡിലും നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പം നല്ല ഫോഗായിരുന്നു. ഇടയ്ക്ക് അതങ്ങ് ക്ലിയർ ആകും. നല്ല വെട്ടമൊക്കെ വരും, പിന്നെയും ഫോഗാവും. അങ്ങനത്തെ ഒരു കാലാവസ്ഥയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഓർത്ത് മഴ പെയ്യുമോ എന്ന്. ഇടയ്ക്ക് അങ്ങനത്തെ ഒരു മൂഡി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റും വന്നു. ബട്ട് മഴയൊന്നും പെയ്തില്ല. ഓക്കെ ആയിരുന്നു. കണ്ടോ, നമ്മൾ ഇടയ്ക്ക് ഓക്കെ ആകും. ഇങ്ങനെ ഫോഗായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഫോഗ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മളത് കാരണം കുറച്ച് സൂക്ഷിച്ച് ശ്രദ്ധിച്ചൊക്കെയാണ് വണ്ടി ഓടിച്ചത്. പിന്നെ ഇതേ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇതേ സൂര്യനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പം എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ക്ലീത്തോപ്സ് എന്ന് പറഞ്ഞൊരു ബീച്ച് ഡെസ്റ്റിനേഷനാണ്. അപ്പം നമ്മൾ ഫോട്ടോസിലൊക്കെ കണ്ടപ്പോഴത്തേക്കിനും അധികം വേവ്സും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അപ്പം എന്നാലും ചെറുതായിട്ടെങ്കിലും വേവ്സ് ഒക്കെ ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അത് കൂടുതൽ സമയം ഇങ്ങനെ കടൽ ഉൾവലിഞ്ഞ് നിൽക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു ബീച്ച് സൈഡാണത്. ഇടയ്ക്കേ മാത്രം എനിക്ക് തോന്നുന്നു ഒരു ഈവനിങ് ടൈമൊക്കെ ചിലപ്പോൾ അവിടെ വേവ്സ് വരും തോന്നുന്നു. നമ്മൾ ഏർലി മോർണിംഗ് ആണ് പോയത്. അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു സിറ്റി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ നമുക്ക് സ്റ്റേ ചെയ്യാൻ ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ ഓർത്ത് വേണ്ട, പിന്നെ ഒരു ദിവസം വരാം, ജസ്റ്റ് ഇപ്പം വന്നല്ലേ, ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചങ്ങ് പോരാന്നൊക്കെ ഓർത്തു. ഈ കടൽ തീരത്തിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയത് ഒരുപാട് ഈ ഷെൽസ്, നമ്മുടെ കക്കയുടെയൊക്കെ ഷെൽസ് ഒത്തിരി ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു കടൽ തീരമായിരുന്നു. നമ്മുടെ നോർമൽ മണലും ഉണ്ട്, എന്നാൽ കൂടുതലും ഇതാണ്. എനിക്ക് തോന്നുന്നു കടൽ കയറി വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ അടിഞ്ഞു കൂടുന്നതാണെന്ന് തോന്നുന്നു. രാവിലെ പോയ കാരണം വേറൊരു വ്യൂ ആയിരുന്നു. നമുക്ക് നല്ല കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി. പിന്നെ നമ്മൾ കടൽ തീരത്തോട് കുറേ നടന്നു. എൻ്റെ മെയിൻ ഉദ്ദേശം നല്ല കുറച്ച് ഫോട്ടോസ് എടുക്കുക എന്നുള്ളതായിരുന്നു. എന്തായാലും അതൊക്കെ നടന്നു. അത്യാവശ്യം വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടായ കാരണം നല്ല ഫോട്ടോസൊക്കെ കിട്ടി. പിന്നെ ഈ കക്ക, ഞങ്ങളിങ്ങനെ ഇതിലേറ്റവും വെറൈറ്റി ആയിട്ടുള്ള കക്ക, ഇതിൻ്റെ ഷെല്ല് ഞങ്ങളിങ്ങനെ തപ്പി നടക്കുകയൊക്കെ ചെയ്തു. പിന്നെ ആകപ്പാട് ഞങ്ങൾ കണ്ട ഒരു ജീവി എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഞണ്ടാണ്. എന്ന് വെച്ചാൽ അത്ര സൂക്ഷിച്ച് നോക്കണം, എന്നാലേ അതിനെ ഒന്ന് കാണാൻ പറ്റത്തുള്ളൂ. അത് ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ മണ്ണിൻ്റെ അടിയിലോട്ട് പോയി. പിന്നെ ഞങ്ങളതിനെ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കി, അത്രേ ഉള്ളൂ. ഈ ബീച്ച് സൈഡിൽ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതേപോലത്തെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓൺ ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ പോയിട്ട് തിരിച്ചിങ്ങ് പോന്നു. എനിക്ക് തോന്നുന്നു ഈവനിങ് ടൈമിൽ ഈ ഒരു കടൽ തീരം ഒന്ന് ഓൺ ആവത്തുള്ളൂ. കാരണം കുറേ ആൾക്കാരും ബഹളവും ഒക്കെ. വീക്കെൻഡ് ആണെങ്കിലും അതേപോലെ ഇപ്പോൾ സമ്മറൊക്കെ ആയ കാരണം നല്ല തിരക്കായിരിക്കും ഈവനിങ് ടൈമിൽ. അങ്ങനെ എന്തുകൊണ്ടും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. വേണമെങ്കിൽ ഒന്ന് പോയി ചില്ല് ചെയ്യാൻ, ഒന്ന് റിലാക്സ് ആവാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. നമ്മൾ 4 മണി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 5:30 ആയപ്പോൾ തന്നെ അവിടെ എത്തി. പിന്നെ ഇങ്ങനെയൊക്കെ കുറേ അതുവഴിയൊക്കെ നടന്നു, കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ മെയിനായിട്ട് ഏർലി മോർണിംഗ് ആയ കാരണം ജോഗിങ്ങിനൊക്കെ വേണ്ടി വരുന്ന ആൾക്കാരായിരുന്നു കൂടുതലായിട്ടുള്ളത്. ഈ ക്ലീത്തോപ്സ് എന്ന് പറയുന്ന സ്ഥലം ഇംഗ്ലണ്ടിൽ തന്നെയാണ്. പക്ഷേ നോർത്ത് ഈസ്റ്റ് സൈഡായിട്ട് വരും. നമ്മുടെ ലിങ്കൺഷറിലെ അവിടെ ആ ഒരു ഏരിയ ആയിട്ട് വരും ഈ ക്ലീത്തോപ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടുന്ന് കുറച്ചുകൂടെ ട്രാവൽ ചെയ്താൽ സ്കെഗ്നസ് എന്ന് പറയുന്ന ഒരു ബീച്ച് സ്പോട്ടും ഉണ്ട്. അതും ഇതിനേക്കാളും അടിപൊളിയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ബീച്ചിൻ്റെ ചുറ്റുപാടും ഒക്കെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് പോയിരിക്കാനും കാറ്റ് കൊള്ളാനും നടക്കാനും ഒക്കെ ആയിട്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. നാട്ടിലെ ഒരു വൈബ് ഇല്ല എന്നെങ്കിലും UK വന്നിട്ടൊരു ബീച്ച് സ്പോട്ടിൽ പോകണം എന്നുള്ളവർക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പോകാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് എന്തായാലും.
അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ പതുക്കെ തിരിച്ചിങ്ങ് പോന്നു. ഇപ്പോഴാണ് ഞങ്ങൾ റോഡരികിലുള്ള കാഴ്ചകളൊക്കെ മര്യാദയ്ക്കൊന്ന് കാണുന്നത്. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.